ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷു ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് മക്കളെ എക്സാം വരുന്നത്? യെസ്, നിങ്ങളുടെ മാത്സ് അഥവാ ഗണിതം എക്സാം ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും എക്സാമിനായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മിസ് ഇതാ നിങ്ങൾക്കുള്ള അടുത്ത ദിവസത്തെ എക്സാമിനായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സും ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മക്കളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് ചോദിക്കേണ്ടായിരിക്കാം. അപ്പൊ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ? അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തോ മക്കളെ. ഓക്കെ, എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാട്ടോ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കേണ്ടായിരിക്കുക. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ മിസ് 2 മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് ആദ്യത്തെ ഒരു ആക്ടിവിറ്റി വരുന്നത് ലെറ്റ്സ് നോ ദി നമ്പർ എന്നതാണ്. റൈറ്റ് ദി നമ്പർ 68 ഇൻ ഡിഫറെന്റ് വേസ്. അതായത് 68 എന്ന നമ്പറിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് വരാം. ചിലപ്പോൾ സംഖ്യ മാത്രം മാറാനുള്ള ഒരു സാധ്യതയുള്ളൂ കേട്ടോ മക്കളെ. 68 പകരം 70, 75, 80, 50 അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ടെൻസ് ആൻഡ് വൺസ് ടുഗദർ അല്ലെ. ഡാഷ് ടെൻസ് ആൻഡ് ഡാഷ് വൺസ് ടുഗദർ എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇത്ര പത്തുകളും ഇത്ര ഒന്നുകളും ചേർന്നാൽ 68 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര പത്തുകളും എത്ര ഒന്നുകളും ചേർന്നാലാണ് മക്കളെ 68 കിട്ടുക? നമുക്കറിയാം 6 tens and 8 ones together make 68 അല്ലെ. 6 പത്തുകളും 8 ഒന്നുകളും ചേർന്നാലാണ് 68 കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊരു രീതിയാണ് അല്ലെ. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് 68ലോട്ട് എത്തിക്കാം മക്കളെ? 60 പ്ലസ് 8 എത്രയാണ്? 68 ആണ് അല്ലെ. ഇനി 70ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ? 68 ആണ്. അങ്ങനെ ഒത്തിരി രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? 68 എന്നുള്ള ഉത്തരത്തിലോട്ട് എത്താം അല്ലെ. അപ്പൊ മിസ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, മിസ് ഒന്ന് പറഞ്ഞു 70 മൈനസ് 2 അല്ലെ. 70 കുറയ്ക്കണം 2 എത്രയാണ്? 68 ആണ്. പിന്നെ 60 പ്ലസ് 8, 60 കൂട്ടണം 8 എത്രയാണ്? 68 ആണ്. പിന്നെ നമുക്ക് 50 പ്ലസ് 10 പ്ലസ് 8 എന്ന് എഴുതാം. 50 കൂട്ടണം 10 കൂട്ടണം 8 എത്രയാണ് മക്കളെ? 50ഉം 10ഉം 60 ആണ്. 60ഉം 8ഉം 68. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 tens 8 ones, അതായത് 6 പത്തുകളും 8 ഒന്നുകളും ചേർന്നാൽ എത്രയാണ്? 68 ആണ്. അതുപോലെ 5 tens 80 ones, 5 പത്തുകളും 18 ഒന്നുകളും ചേർന്നാൽ എത്രയാണ് മക്കളെ? 68 ആണ്, 68 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? 68നെ എഴുതി. അപ്പം 68 അല്ല, അതിന് പകരം മറ്റേതെങ്കിലും ഒരു നമ്പർ തന്നുകൊണ്ട് മക്കൾക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത ദിവസത്തെ നിങ്ങളുടെ മാത്സ് എക്സാമിന് മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഏതൊക്കെ രീതിയിൽ എഴുതാം എന്നതിനെ കുറിച്ച് മക്കൾ ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ മക്കളെ, എങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ് എന്നതാണ്. കംപ്ലീറ്റ് മിസ്സിംഗ് കോളംസ് എന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ പത്തുകളും ഒന്നുകളും തന്നിട്ട് ടോട്ടൽ എത്ര എന്നുള്ളത് കണ്ടെത്താനാണ്. നോക്കിക്കേ മക്കളെ, എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 എണ്ണം തന്നിട്ടുണ്ട്. അത് പത്തുകളും ഒന്നുകളും ചേർന്ന ടോട്ടൽ എത്ര നമ്പർ എന്നതാണ്. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ഇവിടെ എത്ര പത്തുകളുണ്ട്? 1 2 3 3 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഒന്നുകള് 1 2 3 4 4 എണ്ണം ഉണ്ട് അല്ലെ. അതായത് 3 tens and 4 ones എത്രയാണ് മക്കളെ? 3 പത്തുകളും 4 ഒന്നുകളും ചേർന്ന 34. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി നമ്മൾ കണ്ടെത്തണം. നോക്കിക്കേ മക്കളെ, ബിയിൽ ഇവിടെ ഒരു 10 ആണുള്ളത്. ഇവിടെ 4 ഒന്നുകളും ഉണ്ട് അല്ലെ. അപ്പൊ എത്രയാണ് മക്കളെ? 14 ആണ് അല്ലെ, 14 ആണ്. അടുത്ത നോക്കിക്കേ മക്കളെ, ഇവിടെ 2 പത്തുകളാണ് തന്നിട്ടുണ്ട്, ഒന്നുകൾ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് 23 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 2 പത്തുകൾ ചേർന്നാൽ 20 ആയി. പിന്നെ എത്ര ഒന്നുകൾ വേണം? 1 2 3 3 ഒന്നുകളാണ് വേണ്ടത്. അടുത്ത നോക്കിക്കേ മക്കളെ, 44 ആണ് ആൻസർ കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് പത്തുകൾ എത്രയാണ് തന്നിട്ടില്ല, ഒന്നുകൾ 4 എണ്ണമാണ് തന്നിട്ടുണ്ട്. അപ്പൊ പത്തുകൾ എത്ര വേണം? യെസ്, 4 എണ്ണം വേണം അല്ലെ. 4 പത്തുകൾ ചേർന്നാലാണ് എന്താവുക? 40 ആവുക. 40ഉം ഈ 4ഉം 44. 40 പ്ലസ് 4 44. ഓക്കെ,
നെക്സ്റ്റ് വന്ന് നോക്കിക്കേ മക്കളെ, നമുക്ക് 36 ആണ് ആൻസർ തന്നിട്ടുണ്ട്. ഒന്നുകള് 6 എണ്ണമാണ് തന്നിട്ടുണ്ട്. പത്തുകൾ എത്രയാണ് മക്കളെ? ഒന്ന് മക്കൾ ഇവിടെ നോക്കണം, 10ന്റെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 10 കണ്ണും പൂട്ടി മക്കൾ അവിടെ എഴുതിക്കോ. ഓക്കെ, ക്ലിയർ? മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. ഇനി അവിടെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ കൂട്ടുകാർക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ. നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല നമ്പേഴ്സിനെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലോട്ട് മാറ്റി എഴുതാൻ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാൻ. അപ്പൊ ആദ്യം ഏത് വരും മക്കളെ? ഏറ്റവും ചെറുത് ഏതാണ്? 34 ഉണ്ട്, 14 ഉണ്ട്, 23 ഉണ്ട്, 44 ഉണ്ട്, അതുപോലെ 36 ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാണ് മക്കളെ വരുന്നത്? യെസ്, 14 ആണ്. അത് നമ്മൾ എഴുതി അതിനോട് വെട്ടിക്കളയാം. അത് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് മിസ് അത് പറയുന്നത് കേട്ടോ. ഇനിയുള്ളതിൽ ചെറുത് ഏതാണ്? യെസ്, 23 ആണ് ചെറുതുള്ളത്. അപ്പൊ 23 ഇവിടെ എഴുതി അതിനെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനിയുള്ളതിൽ ഏറ്റവും ചെറുത് ഏതാണ് മക്കളെ? 34 ഉണ്ട്, 44 ഉണ്ട്, 36 ഉണ്ട്. ഏതാണ്? 34 ആണ്. അത് എഴുതി നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി 44 ഉണ്ട്, 36 ഉണ്ട്, 36 ആണ്. പിന്നെ എല്ലാം ലാസ്റ്റ് ചെയ്ത് വരും 44. ഓക്കെ, അപ്പൊ 14, 23, 34, 36, 44 ഇതേ രീതിയിലാണ് മക്കൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ പത്തുകളും ഒന്നുകളൊക്കെ വെച്ച് തരികയാണെങ്കിൽ മക്കൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് മക്കൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ലുക്ക് അറ്റ് ദി കലണ്ടർ Jumbo the monkey got as a gift as a part of New Year program. Select a friend. നോക്കിക്കാൻ മക്കളെ, അവിടെ നമുക്കൊരു കലണ്ടർ തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം 2025 ജനുവരി മാസത്തിലെ കലണ്ടറാണ് തന്നിട്ടുള്ളത്. അവിടെ നോക്കിക്കാൻ മക്കളെ, കലണ്ടർ നിങ്ങൾക്ക് നോക്കിയാലും കുറച്ച് കോളങ്ങളൊക്കെ എന്താണ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് അല്ലെ, ഫില്ലായിട്ടല്ല കിടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. Some of the days in the calendar are missing. Fill in the missing dates in the calendar. നമ്മുടെ കലണ്ടറിലുള്ള കുറച്ച് ഡേറ്റുകളൊക്കെ എന്താണ് വിട്ടു പോയിട്ടുണ്ട്. ആ വിട്ടു പോയിട്ടുള്ള ഡേറ്റുകളൊക്കെ ഫില്ല് ചെയ്യാനാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എഴുതേണ്ട കാര്യമുണ്ടോ മക്കളെ? അവിടെ നമ്പേഴ്സിൽ അവിടെ നമ്മൾ നമ്പേഴ്സ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് എഴുതണോ എന്നുള്ളത് നമുക്ക് ഏറ്റവും അവസാനമേ മനസ്സിലാവുള്ളൂ. കാര്യം എന്താണ്? ജനുവരി മാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മക്കൾ ചിലപ്പോ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, കലണ്ടറിന്റെ മുകളിൽ ഇവിടെ ചിലപ്പോൾ 30, 31 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉണ്ടായിരിക്കും. അതെപ്പോഴാണ്? ഇവിടെ താഴെ കോളം കംപ്ലീറ്റ് ആവുമ്പോഴാണ് വരിക അല്ലെ. അപ്പൊ അത് നോക്കുക. ആദ്യം മക്കൾ എന്ത് ചെയ്യുക? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് 1 വരുന്നത്. അപ്പൊ ഇതിന്റെ മുന്നിലുള്ള കോളങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ 1, 2, 3, 4, 5, 6 ഇവിടെ ഒരു കോളം മിസ്സിംഗ് ആണ്. അവിടെ നമുക്ക് എഴുതാം എന്താണ്? 7. അടുത്ത നോക്കിക്കേ, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ഇവിടെ ഒരു കോളം മിസ്സിംഗ് ആണ്. 19. Then 20, 21, 22, 23, 24 ഇവിടെ ഏതാണ്? 25. Then 26, 27, 28, 29, 30, 31. ഓക്കെ, 32 എഴുതണോ മക്കളെ? വേണ്ട. ജനുവരി 31 വരെയാണുള്ളത് അല്ലെ. 32 ഇല്ല. ഒരു മാസത്തിലും ഏത് വരുന്നില്ല? 32 വരുന്നില്ല. ഓക്കെ, അപ്പൊ കലണ്ടറിനെ കുറിച്ചിട്ട് ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കള് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ഒരു ചോദ്യം വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അതായത് കലണ്ടറിൽ വിട്ടുപോയിട്ടുള്ള ഡേറ്റുകൾ നമ്പേഴ്സ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. അത് മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മക്കൾക്കുള്ള മറ്റൊരു ചോദ്യമാണ് നമ്പർ ഓഫ് സൺഡേസ് ഇൻ 2025 ജാനുവരി. അതായത് 2025 ജനുവരി മാസത്തില് ഉള്ള സൺഡേസ്, അതായത് ഞായറാഴ്ചകളുടെ എണ്ണം എത്രയാണ് മക്കളെ? ഇവിടെ നോക്കിക്കേ, അതിന് മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. നമ്മുടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പൊ ഞായറാഴ്ചകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സൺഡേ എന്നതിന്റെ നേരെ താഴെയുള്ള ഈ കോളത്തിൽ എത്ര നമ്പേഴ്സ് ആണോ അത്രയും ഞായറാഴ്ചകളാണ് ആ മന്ത് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ എത്രയുണ്ട് മക്കളെ? 1, 2, 3, 4 നമ്പേഴ്സ് ആണുള്ളത്. അപ്പം ആ ഒരു മന്ത് എത്ര ഞായറാഴ്ചകൾ ഉണ്ട് മക്കളെ? എത്രയുണ്ട്? നമ്പർ ഓഫ് സൺഡേസ്, ഞായറാഴ്ചകളുടെ എണ്ണമാണ് ചോദിച്ചത്. 4 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, which day will be 2025 February 2? അത് കുറച്ച്
ഒരു ചുറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഡേ വിൽ ബി 2025 ഫെബ്രുവരി 2? ഇവിടെ നമുക്ക് ജനുവരി മാസത്തെ കലണ്ടർ ആണ് തന്നത്. അത് വെച്ചിട്ട് ഫെബ്രുവരി 2 ഏതായിരിക്കും ദിവസം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ? ഫെബ്രുവരി 2 ഏതായിരിക്കും ദിവസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്ക് ഈ ഒരു കലണ്ടർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അതിന് ആൻസർ കണ്ടെത്താവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ജനുവരി 31 വരെ തന്നിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത ദിവസം ഏതാണ് വരുന്നത്? ഫെബ്രുവരി ആണ് അല്ലെ. ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പം നോക്കിക്കേ, ഈ ജനുവരി 31 ഏതാണ്? ഫ്രൈഡേ ആണ്, വെള്ളിയാണ് വരുന്നത്. ജനുവരി 31 ഏതാണ്? വെള്ളിയാണ് വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം ഏതായിരിക്കും മക്കളെ? നമുക്കറിയാം, വെള്ളി കഴിഞ്ഞാൽ ഫ്രൈഡേ കഴിഞ്ഞാൽ ഏതാണ്? ശനിയാണ്, സാറ്റർഡേ. അത് 31 കഴിഞ്ഞാൽ ഇവിടെയാണ് 1 എന്നുള്ള മക്കൾ അങ്ങ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 1 എന്താണ്? ശനിയാണ്. ഇനി 2 ഏതാണ് വരിക? ഇവിടേക്ക് ഞായറിലോട്ട് വരിക. അപ്പൊ ഫെബ്രുവരി 2 ഏതാണ് മക്കളെ ദിവസം വരുന്നത്? ഏതാണ്? നേരെ മുകളിലോട്ട് നോക്കിക്കേ, സൺഡേ, ഞായറാണ് വരുന്നത്. അപ്പം അവിടെ സൺഡേ എന്ന് എഴുതണം, അല്ലെങ്കിൽ എന്താണ്? ഞായറാണ്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഈസി ആണല്ലോ. കുറച്ചൊന്ന് ആലോചിച്ചാൽ മക്കൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, the next question നോക്കിക്കേ, find out 2 patterns from the calendar and write them down. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഷുവർ ആണ് ആ ഒരു ക്വസ്റ്റ്യനിൽ 1 മാർക്ക് എന്റെ എല്ലാ മക്കൾക്കും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കിട്ടും എന്നുള്ള മിസ് ഉറപ്പ് പറയാണ്. എന്താ മക്കളെ ഈ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഔട്ട് 2 പാറ്റേൺസ് ഫ്രം ദി കലണ്ടർ. കലണ്ടറിൽ നിന്ന് 2 പാറ്റേൺ കണ്ടെത്തി എഴുതാനാണ് മക്കളെ. പാറ്റേൺ കണ്ടെത്താനായിട്ട് പറയുകയാണെങ്കിൽ മക്കൾ കണ്ണും പൂട്ടി എഴുതിക്കോ. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ സൺഡേയുടെ ഉള്ളിലുള്ള നമ്പേഴ്സ് ഒക്കെ താഴേക്ക് എഴുതാം, അല്ലെങ്കിൽ ഈ മൺഡേയുടെ താഴേക്കുള്ള നമ്പർ, അല്ലെങ്കിൽ ട്യൂസ്ഡേയുടെ താഴേക്കുള്ള നമ്പർ, അല്ലെങ്കിൽ അടുത്ത കോളത്തെ നമ്പർ, അതെല്ലാം മക്കളൊന്ന് ഓർഡർ ആക്കി എഴുതി വെച്ചാൽ എന്തായി മക്കളെ? പാറ്റേൺ ആയില്ലേ. ഇവിടെ നോക്കിക്കപ്പോ തേഴ്സ്ഡേ, വ്യാഴാഴ്ച ഏതൊക്കെയാ ഡേറ്റ് വരുന്നത്? 2, 9, 16, 23, 16, 23, 30 അല്ലെ. ഇതാണ് നമ്പർ വരുന്നത്. ഇത് എഴുതിയാൽ എന്തായി മക്കളെ? ഒരു പാറ്റേൺ ആയി. കാര്യം എന്താണ്? ഇവിടെ നമുക്കറിയാം 2ലേക്ക് 7 ആഡ് ചെയ്താലാണ് 9 വരിക. 9ലേക്ക് വീണ്ടും 7 കൂട്ടിയാലാണ് 16 വരിക. 16ലേക്ക് വീണ്ടും 7 കൂട്ടിയാലാണ് 23 വരിക. 23ലേക്ക് വീണ്ടും 7 കൂട്ടിയാലാണ് എന്ത്? 30 വരിക. ഇവിടെ 7 ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഈ സംഖ്യകൾക്കിടയിൽ വ്യത്യാസം എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് താഴേക്ക് അങ്ങ് മക്കൾ എഴുതിയാൽ മതി. ഒരു പാറ്റേൺ ഇവിടെ നമുക്ക് എഴുതാം. എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ, 2, 9, 16, 23, 30 ഒരു പാറ്റേൺ ആയി. ഇനി അടുത്ത കോൾ എഴുതുക. ഏതാണ്? 3, 10, 17, 24, 31 അല്ലെ. അടുത്തൊരു പാറ്റേൺ ആയി. ഇനി ഈ സംഖ്യയിൽ എല്ലാ നമ്പേഴ്സ് എഴുതിയാൽ എന്താ മക്കളെ? പാറ്റേൺ ആണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഈസി ആണല്ലോ. ഇത്തരത്തില് കലണ്ടർ കണക്ക് തരികയാണെങ്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യും എന്നുള്ള മക്കൾ എന്ത് ചെയ്യുക? വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ മക്കളെ. കലണ്ടർ കണക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, ഇനി നമ്മുടെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വില അറിയാമെന്നത്, അതായത് നമ്മുടെ പ്രൈസ് ലിസ്റ്റ് തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതുപോലെ മക്കൾക്ക് കുറെ സാധനങ്ങളുടെ വിലയൊക്കെ തന്നിട്ടുണ്ടായിരിക്കും, പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. നോക്കിക്കും മക്കളെ, കിട്ടനാട് സാധനങ്ങൾ വാങ്ങിയ കടയിലെ വിവര പട്ടിക നോക്കൂ. അപ്പൊ നമുക്കൊരു പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ആണ്. വെണ്ടക്ക ലേഡി ഫിംഗർ 23 റുപ്പീസ് ആണ്, 23 ആണ്. വഴുതന 11 രൂപ, ശർക്കര 30 രൂപ, പരിപ്പ് 45 രൂപ. ഇങ്ങനെയാണ് നമുക്ക് ഓരോ സാധനത്തിന്റെ വില തന്നിട്ടുള്ളത്. ഓക്കെ, എന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: പട്ടികയിലെ ഏത് സാധനത്തിനാണ് കുറവ് വിലയുള്ളത്, ഏറ്റവും കുറഞ്ഞ വിലയുള്ളത്? ഏതാ മക്കൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ വില? 11 രൂപയാണ്. അത് ഏത് സാധനമാണ്? വഴുതനയാണ്. ഏതിനാണ്? വഴുതനയാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, വെണ്ടയ്ക്കും വഴുതനയ്ക്കും കൂടി ആകെ എത്ര രൂപയാകും? അപ്പൊ വെണ്ടയുടെ രൂപ നമുക്കറിയാം എത്രയാണ്? 23, 23 ആണ്. വഴുതനയ്ക്ക് എത്രയാണ്? 11 രൂപയാണ്. അപ്പൊ രണ്ടും കൂടി ആകെ ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്? ആഡ് ചെയ്യണം. 23 കൂട്ടണം 11 ചെയ്യണം. 3ഉം 1ഉം കൂട്ടിയാൽ എത്രയാ മക്കളെ? 4 ആണ്. 2ഉം 1ഉം കൂട്ടിയാൽ 3 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 34 റുപ്പീസ്, 34 രൂപയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 68 രൂപ മുഴുവനായും ചെലവഴിച്ച് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാം? എന്താ ചോദിച്ചിട്ടുള്ളത്? 68 രൂപ മുഴുവൻ ചെലവഴിച്ചിട്ട് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് 68 രൂപയ്ക്ക് വാങ്ങാം? ഏതൊക്കെ വാങ്ങാം? ഇവിടെ നോക്കിക്കേ,
ഇവിടെ മിസ് എന്ത് ചെയ്തു, വെണ്ട എടുത്തു. വെണ്ടയ്ക്ക് എത്ര രൂപയാണ്? 23 രൂപയാണ്. അതുപോലെ പിന്നെ മിസ് എടുത്തിട്ടുള്ള പരിപ്പാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ. 3 + 5 എത്രയാണ്? 8 ആണ്. 2 + 4 എത്രയാ? 6. അപ്പൊ എത്ര നമുക്ക് കിട്ടി? 68. അപ്പൊ 68 രൂപ മുഴുവനായിട്ട് കൊടുത്തിട്ട് ആ മുഴുവൻ തുകയ്ക്ക് നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാം? വെണ്ട വാങ്ങാം അല്ലെ? നമുക്ക് വെണ്ട വാങ്ങാം, അതുപോലെ തന്നെ പരിപ്പും വാങ്ങാം. രണ്ടും കൂടി ചേർന്നാൽ എത്ര രൂപയാകും? 45 രൂപയാവും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോറി, 68 രൂപ കേട്ടോ. വെണ്ടയും പരിപ്പും കൂടി വാങ്ങിയാൽ നമുക്ക് എത്ര രൂപയോ? 68 രൂപയോ. അപ്പൊ ഇതുപോലെ പ്രൈസ് ലിസ്റ്റ് തന്നുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നോക്കിക്കേ മക്കളെ. കിട്ടനാടിന്റെ കയ്യിൽ 10 രൂപ നോട്ടും 2 രൂപ നാണയങ്ങളും ഉണ്ട്. പട്ടികയിലെ എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ കിട്ടനാടിന്റെ കയ്യിൽ എത്ര രൂപ ബാക്കി ഉണ്ടാകും? അപ്പം കുറച്ചൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് അധികം നമുക്ക് ചിന്തിക്കാനും ചെയ്യാനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം മക്കളെ? നമ്മുടെ കിട്ടനാടിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് കണ്ടെത്തണം. നമ്മളോട് എന്താ പറഞ്ഞത്? കിട്ടനാടിന്റെ കയ്യിൽ 10 രൂപയുണ്ട് അല്ലെ? 10 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 100 രൂപയാണ്. അത് മാത്രമാണുള്ളത്? അല്ല. പിന്നെയോ 5 2 രൂപയുണ്ട്. അപ്പൊ 5 × 2 എത്രയാണ്? 10 രൂപ. അപ്പൊ ടോട്ടൽ എത്രയായി? 110 രൂപയാണ് ആരുടെ കൈവശമുള്ളത്? കിട്ടനാടിന്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ പട്ടികയിലെ എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ കിട്ടനാടിന്റെ കയ്യിൽ എത്ര രൂപ ബാക്കി ഉണ്ടാകുമെന്നാ ചോദിച്ചത്. അപ്പൊ പട്ടികയിലുള്ള എല്ലാ സാധനത്തിലൂടെ ആകെ എത്രയാണ് വില എന്നുള്ളത് നമ്മൾ ആദ്യം കാണണ്ടേ മക്കളെ? അപ്പൊ നോക്കിക്കേ, 23 കൂട്ടണം 11 കൂട്ടണം 30 കൂട്ടണം 45 എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത മക്കളെ എത്രയാണ്? 3 + 1 4 ആണ്. 4 + 5 9. അടുത്ത നോക്കിക്കേ മക്കളെ, 2 കൂട്ടണം 1 3 3 3 6 6 4 എത്രയാണ് മക്കളെ? 6 4 10. 6 4 എത്രയാണ്? 10. അപ്പൊ ടോട്ടൽ എത്ര രൂപയാണ് മക്കളെ? നമ്മുടെ ഈ ഒരു പ്രൈസ് ലിസ്റ്റിലുള്ള വില വിവര പട്ടിക തന്നിട്ടുള്ള എല്ലാ സാധനവും കൂടി മേടിക്കുമ്പോൾ ടോട്ടൽ എത്രയാണ് മക്കളെ? 109 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താണ് ചോദിച്ചത്? കിട്ടനാടിന്റെ കയ്യിൽ എത്ര രൂപ ബാക്കി ഉണ്ടാകുമെന്നാ ചോദിച്ചത്. എത്ര രൂപയായിരിക്കും മക്കളെ ബാക്കി ഉണ്ടായിരിക്കുക? എത്രയാണ്? നമ്മൾ ആദ്യം പറഞ്ഞൂലേ, 110 രൂപയാണ് കിട്ടനാടിന്റെ കയ്യിലുള്ളത്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പട്ടികയിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുകയാണെങ്കിൽ ബാക്കി എത്ര രൂപയാണ്? അപ്പൊ എല്ലാ സാധനങ്ങൾക്കും കൂടി എത്ര രൂപയാവുന്നുണ്ട്? 109 രൂപയാവും. എത്ര രൂപ മക്കളെ നമ്മുടെ കിട്ടനാടിന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുക? ഇത്രയും മിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര രൂപ ബാക്കി ഉണ്ടാവുക എന്നുള്ളത് മക്കളെ ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. 110 രൂപയാണ് കയ്യിലുള്ളത്. 109 രൂപയ്ക്കും സാധനം വാങ്ങുകയാണെങ്കിൽ ബാക്കി എത്ര രൂപ ഉണ്ടായിരിക്കും? വേഗം കമന്റ് പറയാ കേട്ടോ. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത് ആളാരാ എന്നുള്ളത് മിസ് ചെക്ക് ചെയ്യേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് നമുക്ക് എണ്ണി എഴുതാം എന്നുള്ളൊരു പ്രവർത്തനമാണ്. നമ്മൾ ഒരുപാട് ഷേപ്സിനെ കുറിച്ച്, രൂപങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യ പാഠഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, അവിടെ ഒന്നുമില്ല. അവിടെ നമുക്കൊരു പിക്ചർ തരും. ഇതുപോലെ നമുക്ക് ഷേപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ട് ഓരോ ഷേപ്സും എത്രയുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതാൻ പറയും. ഇവിടെ സർക്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? വട്ടം, ചതുരം, ത്രികോണം. അവ ഓരോന്നും എത്രയുണ്ട് എന്നുള്ളത് ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത് മിസ് നിങ്ങൾക്ക് തരുന്നൊരു വർക്കാണ്. മക്കൾ എന്ത് ചെയ്യാം? ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. എത്ര സർക്കിൾസ് ഉണ്ട്, എത്ര റെക്ടാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ളത് മക്കൾ കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. എത്ര സർക്കിൾ ഉണ്ട് മക്കൾ? ഇതൊക്കെ സർക്കിൾ ആണ്. 1 2, അതുപോലെ ഈ ഫേസിൽ 3 4, പിന്നെ അതിന് 2 കണ്ണുണ്ട് അല്ലെ? അപ്പൊ 5 6, പിന്നെ അവിടെ ചെറുതുണ്ട് 7 8 9 10 11 എന്നൊക്കെ പറയുക. പിന്നെ ഇവിടെയൊക്കെ സർക്കിൾസ് ഉണ്ട്, കുറെ സർക്കിൾസ് ഉണ്ട്. അപ്പൊ എത്രയുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് ഇവിടെ എഴുതുക. അതുപോലെ റെക്ടാങ്കിൾസ് എത്രയുണ്ട് എന്നുള്ളത് നോക്കുക. ട്രയാങ്കിൾ, ത്രികോണം എത്രയുണ്ട് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ട് മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ട് എന്നുള്ളത്. പിന്നെ മക്കൾക്ക് എക്സാമിന് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം മാത്രം എഴുതിയിട്ട് എണ്ണി നോക്കിയിട്ട് ചാടി കയറി മക്കൾ ആൻസർ ചെയ്യാതിരിക്കുക. കാര്യം ചിലപ്പോൾ നമ്മൾ എണ്ണിയ സമയത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ എണ്ണം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 തവണയെങ്കിലും മക്കൾ എന്ത് ചെയ്യും? എണ്ണി നോക്കുക. എന്നിട്ട് ആൻസർ അതാ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മക്കൾ ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അതുപോലെ ഇതുപോലെ ഷേപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളടുത്ത് അതിന് കളർ ചെയ്യാനായിട്ട് കൂടി ചോദിക്കാറുണ്ട്. പറഞ്ഞത് മനസ്സിലായ മക്കളെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കളർ പെൻസിൽ നിർബന്ധമായിട്ടും മക്കളുടെ എക്സാമിന് കൊണ്ടുപോവുക കേട്ടോ. ഓക്കെ, അപ്പൊ കളർ ചെയ്യാനായിട്ട് പറയണ മക്കൾ അതിനനുസരിച്ച് കളർ ചെയ്യുക. കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകും. ഹൗ മെനി സീഡ്സ്,
എത്ര വിത്തുകൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, ലാവണ്യ ആൻഡ് ഫ്രണ്ട്സ് reached the seed farm to buy seeds to make a vegetable garden. Find out and write how many seeds they bought. അതായത് നമ്മുടെ ലാവണ്യയും കൂട്ടുകാരും എന്ത് ചെയ്യാണ് മക്കളെ, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് വിത്ത് മേടിക്കാനായിട്ട് പോയതാണ്. അപ്പൊ ഓരോരുത്തരും എത്ര വിത്ത് മേടിച്ചു എന്നത് മക്കൾക്ക് കണ്ടെത്തിയിട്ട് താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് നമുക്ക് സീഡ്സ് വിത്ത് എന്ന് പറയുന്ന കോളം തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് സീഡ്സ് ഇൻ വൺ പാക്കറ്റ്, ഒരു പാക്കറ്റിലുള്ള വിത്തിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് പാക്കറ്റ് അല്ലെ, അത്തരത്തിലുള്ള എത്ര പാക്കറ്റ് ആണ് തന്നത് എന്നുള്ള കോളം തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ്, എത്ര വിത്തുകളാണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. ഒന്നുകൂടി മിസ് പറയാം, അതായത് ഒരു പാക്കറ്റിലുള്ള വിത്തുകളുടെ എണ്ണവും അത്തരത്തിലുള്ള എത്ര പാക്കറ്റ് ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ടോട്ടൽ എത്ര സീഡ്സ് ഉണ്ട് എന്നതുമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ മക്കളെ, അപ്പൊ ഫസ്റ്റ് ബീൻസ് ആണ്. ബീൻസിന്റെ ഒരു പാക്കറ്റിലെ എണ്ണം നമുക്ക് തന്നിട്ടില്ല, പക്ഷെ പാക്കറ്റുകളുടെ എണ്ണവും ടോട്ടല് എത്ര സീഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുണനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഒന്നും മക്കൾ ഇവിടെ നോക്കണ്ട. ഇവിടെ 15 കിട്ടാനായിട്ട് 3യെ ഏത് നമ്പർ കൊണ്ടാണ് മക്കളെ മൾട്ടിപ്ലൈ ചെയ്യുക? 3നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ മക്കളെ. നോക്കിക്കേ, നമുക്ക് ഇവിടെ 5 കൊടുത്ത് നോക്കാം അല്ലെ. 5 into 3 എത്രയാ മക്കളെ? 1 into 5 5, 2 into 5 10, 3 into 5 15. അതായത് ഒരു പാക്കറ്റിനുള്ളിൽ എത്ര വിത്ത് ഉണ്ടായിരിക്കും? 5 വിത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള 3 പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് മക്കളെ വിത്ത് ഉണ്ടാവുക? 15 വിത്തായിരിക്കും. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, ലേഡീസ് ഫിംഗർ ആണ് നമ്മുടെ വെണ്ട. ഒരു പാക്കറ്റിനുള്ളിൽ 2 വിത്താണുള്ളത്. അത്തരത്തിലുള്ള 9 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ വിത്തുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? യെസ്, 9 into 2 ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 into 9 ചെയ്താൽ മതി. എത്രയാണ്? 18. മിസ് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 2, 5, 10 ഈ ടേബിളുകൾ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിട്ട് പോയിക്കോ. നമ്മുടെ എക്സാമിന് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാം കേട്ടോ. അടുത്ത നോക്കിക്കോ മക്കളെ, പംകിൻ ആണ്, മത്തനാണ്. അതിന്റെ ഒരു പാക്കറ്റിൽ 10 വിത്തുണ്ട്. ആകെ വിത്തുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എത്ര പാക്കറ്റ് ഉണ്ടായിരിക്കും മക്കളെ? 10നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 80 കിട്ടുക, 80 കിട്ടുക? യെസ്, 10 into 8 ആണ്. 10 ഗുണിക്കണം 8 ആണ് എന്ത്? 80. പെട്ടെന്ന് മനസ്സിലായ മക്കളെ? അപ്പൊ ഗുണന പട്ടിക അറിയെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, അടുത്തത് നമുക്ക് ഗുണനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, റൈറ്റ് ദ ഇക്വേഷൻ എന്നതാണ്. ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് കുറച്ച് സീഡ്സിലെ വിത്തുകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ സെറ്റിൽ എത്രയാണ്? 1 2 3 4 5. രണ്ടാമത്തെ സെറ്റിലാണ് എത്രയാണുള്ളത്? 1 2 3 4 5. 5ന്റെ 2 കൂട്ടങ്ങളാണുള്ളത് അല്ലെ? എന്താണ്? 5ന്റെ 2 കൂട്ടങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എത്ര കൂട്ടങ്ങളുണ്ട്? 2 കൂട്ടങ്ങളാണ്. ഒരു കൂട്ടത്തിൽ എത്രയാണുള്ളത്? 5 എണ്ണമാണുള്ളത്. അപ്പൊ 5 into 5 എണ്ണം വീതമുള്ള 2 എണ്ണമാണ്. അപ്പം 5 ഗുണിക്കണം 2. 5 ഗുണിക്കണം 2 എത്രയാണ് മക്കളെ? 10. ടോട്ടൽ എത്രയാണ്? 10. പറഞ്ഞത് മനസ്സിലായ മക്കളെ? ഇനി നമുക്ക് അവിടെ ക്രിയ തന്നിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പിക്ചർ മക്കൾ വരയ്ക്കണം. 4 into 2 ആണ് ചെയ്യേണ്ടത് അല്ലെ? 4 into 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു സെറ്റിൽ എത്ര വേണം? 4 എണ്ണം വേണം. അത്തരത്തിൽ എത്ര സെറ്റ് ആണ്? 2 സെറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ 5 എണ്ണം വെച്ചാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്യാം? ഒരു സെറ്റില് 4 എണ്ണം വേണം. 1 2 3 4. അതുപോലെ ഒരു സെറ്റും കൂടി 1 2 3 4. അപ്പം 4 എണ്ണം വീതമുള്ള എത്ര സെറ്റ്? 2. 4 into 2 എത്രയാണ്? 8. ഇതുപോലെ നമ്മളെടുത്ത് ഫിഗർ വരയ്ക്കാനായിട്ടും ചിലപ്പം ചോദിക്കാം കേട്ടോ. ക്രിയ തന്നിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഫിഗർ വരയ്ക്കാനായിട്ടും നമ്മളെടുത്ത് പറയാം. ഓക്കെ മക്കളെ, അപ്പൊ ഗുണന പട്ടിക ഇമ്പോർട്ടന്റ് ആണ്. 5ന്റെയും 2ന്റെയും 10ന്റെതും. ഓക്കെ മക്കളെ, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ കാര്യം പറയാനായിട്ട് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിന്റെ അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ. മക്കളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ മന്ത്ലി വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ആ ഒരു ക്ലാസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും പിന്നെ ഓരോ ക്ലാസ്സിന് ശേഷമുള്ള ക്വിസും ഒക്കെ മക്കൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക്
കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ്സ് ടേക്ക് ടിക്കറ്റ് എന്നതാണ്. നോക്കിക്കേ മക്കളെ, സാലു went for agricultural fest with her father, grandmother, mother and little brother. They lined up in the queue to take ticket. അല്ലെ, നമ്മുടെ സാലു എന്താണ് ചെയ്തിട്ടുള്ളത്, അഗ്രികൾച്ചറൽ ഫെസ്റ്റിന് പോവാണല്ലോ. അവരുടെ ഫാദറിന്റെയും മദറിന്റെയും ഒക്കെ ഒപ്പമാണ് പോകുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ടിക്കറ്റ് എടുക്കാൻ അവിടെ ക്യൂ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ടിക്കറ്റ് കൗണ്ടർ നമുക്ക് അവിടെ കാണാം. അവിടെ അഡൽട്സിന്, അതായത് മുതിർന്ന ആളുകൾക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് അല്ലെ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ഹൗ മെനി റുപ്പീസ് വിൽ ബി സ്പെൻഡ് ഫോർ ടേക്കിംഗ് ടിക്കറ്റ്. ടിക്കറ്റ് എടുക്കാനായിട്ട് എത്ര രൂപ ചെലവായി എന്നതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കിക്കേ മക്കളെ, അഡൽട്സ് 3 ആളുകളുണ്ട്, കുട്ടികൾ 2 ആളുകളുണ്ട്. അപ്പൊ എത്രയാണ് ടോട്ടൽ എമൗണ്ട് ആയത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് മക്കളെ, അഡൽട്സിന്, അതായത് മുതിർന്ന ആളുകൾക്ക് എത്രയാണ് റേറ്റ്, വില എത്രയാണ്, 10 രൂപയാണ്. കുട്ടികൾക്ക് എത്രയാണ്, 5 രൂപയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മക്കളെ നമ്മൾ ടോട്ടൽ എമൗണ്ട് കാണാം? എന്ത് ചെയ്താൽ മതി, ഇവിടെ 3 into 10 മുതിർന്ന 3 ആളുകളാണ് ഉള്ളത്. 3 into 10 നമുക്കറിയാം എത്രയാണ്, 30 ആണ്. അടുത്തത് കുട്ടികൾ 2 ആളുകളാണ്, ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ്. അപ്പൊ 2 into 5 എത്രയാണ് മക്കളെ, 10. അപ്പൊ ടോട്ടൽ എത്രയാണ് മക്കളെ, ടോട്ടൽ കാണാൻ ഇത് നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലെ. 30 plus 10 40. 40 രൂപയിലെ ടോട്ടൽ ആയിട്ടുണ്ടായിരിക്കുക. ഈസി അല്ല മക്കൾ, ഇവിടെയും നമുക്ക് ഇൻറ്റു ചെയ്യാനുള്ള കണക്കാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, മറക്കണ്ട. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മെനി റുപ്പീസ് വിൽ ദേ ഗെറ്റ് ബാക്ക് ഇഫ് ഫാദർ ഗേവ് 100 റുപ്പീസ്. നമ്മുടെ ഫാദർ 100 രൂപയാണ് അവർക്ക് കൊടുത്തതെങ്കിൽ ബാക്കി എത്ര രൂപ തിരിച്ചു നൽകും? നമുക്ക് എത്ര രൂപയായിട്ടുള്ളൂ മക്കളെ, 40 രൂപയായിട്ടുള്ളൂ. അപ്പൊ 100 രൂപയിൽ നിന്ന് 40 മൈനസ് ചെയ്യണം. എത്രയാണ് മക്കളെ, 60, 60 രൂപയാണ് അല്ലെ. 60 രൂപയാണ് നമുക്ക് ബാക്കി ഉണ്ടായിരിക്കാം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, മിസ് ഇനി മറ്റൊരു കലണ്ടർ കണക്കൂടി മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കലണ്ടർ കണക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ഏകദേശം അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെയും തന്നിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു പോവാം. നോക്കിക്കേ, വിപണന മേള, വിളവെടുപ്പുത്സവം, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ കണ്ടെത്താൻ ലാവണ്യ കലണ്ടർ എടുത്തു. അപ്പൊ നമുക്ക് കലണ്ടർ അവിടെ തന്നിട്ടുണ്ട്. കലണ്ടറിലെ വിട്ടുപോയ തീയതികൾ എഴുതി ചേർക്കോ. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, മിസ്സായി പോയിട്ടുള്ള നമ്പേഴ്സ് എഴുതാനാണ്. അത് മക്കൾ എഴുതല്ല മക്കളെ. ഇവിടെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഇവിടെ 16 ആണ്. 16 കഴിഞ്ഞാൽ ഇവിടെ 17 വരും, 18 വരും, പിന്നെ 23 ആണ് ഇവിടെ ഉള്ള. അപ്പൊ 24, 25 വരും. ഓക്കെ, സെറ്റ് ആണ്, നമ്മൾ പഠിച്ചു. വിളവെടുപ്പുത്സവം ഫെബ്രുവരി 8-നാണ്. ഏതു ദിവസമാണ്? അപ്പൊ ഫെബ്രുവരി 8 ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെയാണ് 8. അത് ഏത് ദിവസം എന്ന് അറിയാൻ തൊട്ട് മേലേക്ക് നോക്കുക. ഏതാണ്? ശനിയാണ് വരുന്നത്. സാറ്റർഡേ. ഏതാണ്? സാറ്റർഡേ ആണ് വരുന്നത്, ശനിയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിളവെടുപ്പുത്സവം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ബുധനാഴ്ചയാണ് വിപണനമേള. വിപണനമേളയുടെ തീയതി കണ്ടെത്തി എഴുതൂ. അപ്പൊ വിളവെടുപ്പുത്സവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 8-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ ബുധൻ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ ബുധൻ എന്ന് പറയുന്ന സമയത്ത് ഏതാണ് മക്കളെ വരിക? ഈ 12-ാം തീയതിയാണ് വരിക. അപ്പൊ എന്ത് മനസ്സിലായി? അത് കുറച്ച് നമുക്കൊരു വളച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മുടെ കലണ്ടറിൽ തന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റൂ അല്ലെ. നമുക്കറിയാം വിളവെടുപ്പുത്സവം 8-ാം തീയതി ശനിയാണ്. ശനി കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ, ചൊവ്വ, ശനി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഞായർ, തിങ്കൾ, ചൊവ്വ, അത് കഴിഞ്ഞിട്ട് ബുധൻ അല്ലെ. 12-ാം തീയതിയാണ് വരിക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഞായറാഴ്ചകളിൽ വിപണി അവധിയാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ എത്ര ഞായറാഴ്ചകളുണ്ട്, ഏതെല്ലാം തീയതികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ഞായറാഴ്ചകളുണ്ട്, ഏതെല്ലാം തീയതി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഞായറാഴ്ചയാണ് മക്കളെ? ഈ ഞായറിന്റെ കോളം മാത്രം എഴുതിയാൽ മതി. എത്രയാണ്? 1, 2, 3, 4 ഞായറാഴ്ചകളുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ തീയതിയാണ്? അപ്പൊ ഏതൊക്കെയാ? 2, 9, 16, 23. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ ഈസി ആണ് കലണ്ടറുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഇനിയും മിസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടിയും വൈകാതെ തന്നെ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ ഒരു ക്ലാസ് കൂടി എന്റെ മക്കൾ കാണാം. എന്നിട്ട് നന്നായിട്ട് എന്റെ മക്കളുടെ അടുത്ത ദിവസത്തെ എക്സാമിനായിട്ട് പ്രിപ്പയർ ആവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ. പിന്നെ നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷന്റെ കാര്യം മറക്കരുത്. താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിലോട്ട് ഇവിടെ മിസ് സ്ക്രീനിൽ കൊടുക്കുക 858982
3710 ഈ ഒരു നമ്പറിലോട്ട് വേഗം തന്നെ മക്കളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നിട്ട് മക്കളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഒരു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.